Hi friends, welcome back to my channel Student Mate. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഹൗ ഫാർ ഈസ് ദ റിവർ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് പോർഷനാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒരു കുട്ടി റിവർ കാണാൻ പോവുകയാണ്. അപ്പോൾ അതിനിടയിൽ അവർ വുഡ് കട്ടറെ കണ്ടു, ഒരു ഗേളിനെ കണ്ടു, ഒരു ബോയിനെ കണ്ടു. അപ്പോൾ അവനും ആ ബോയും കൂടി നടന്നു. അതിനിടയ്ക്ക് അവൻ്റെ ഇടയിൽ അവന് കൊണ്ടുവന്നിരുന്ന ഫുഡ് അവനും ആ ബോയും കൂടെ കഴിച്ചു. അതിനുശേഷം അവന് വീണ്ടും ഒറ്റക്കായി. നമുക്കതിൻ്റെ ബാക്കി നോക്കാം. He meets the village boy. He could not be seen. അപ്പോൾ വില്ലേജ് ബോയ് അവനെ കണ്ടുമുട്ടിയ വില്ലേജ് ബോയ് പോയി, അവന് വേറെ വഴിയിലൂടെ പോയി. അപ്പോൾ അവന് നഷ്ടമായി, അവന് ഒറ്റക്കായി. ഹിസ് ഓൺ ഹോം വാസ് ഓൾസോ ഹിഡൻ ഫ്രം വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. അപ്പോൾ അവന് ഏകദേശം ഇത്രയും നേരമൊക്കെ ഒരു പക്ഷേ അവൻ്റെ വീടിൻ്റെ ആ ഭാഗമൊക്കെ അവന് കാണാൻ പറ്റിയിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ അവൻ്റെ വീടുള്ള ഭാഗം പോലും അവന് ഹിഡൻ ആയി. ഹിഡൻ എന്ന് പറഞ്ഞാൽ കാണാണ്ടായി. ഫ്രം വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. മൗണ്ടെയിൻ്റെ അപ്പുറത്താണ് അവൻ്റെ വീട്. അപ്പോൾ ആ മൗണ്ടെയിൻ കാരണം അവൻ്റെ വീടിൻ്റെ ഭാഗം ഒന്നും ഇപ്പോൾ കാണാൻ പറ്റാണ്ടായി. ദ റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ് ഐദർ. അതുപോലെ തന്നെ മുന്നോട്ടുള്ള റിവറും കാണുന്നില്ല. അപ്പോൾ അവന് ഇത്രയും നേരം പറഞ്ഞാൽ അവന് വരുന്ന വഴിക്ക് ആളുകളെ കണ്ടു, 1-2 ആളുകളെ കണ്ടു. അതിന് മുന്നേ അവൻ്റെ വീടിൻ്റെ അവിടെ നിന്നല്ല അവൻ വന്നത്. അതൊന്നും ഇപ്പോൾ കാണാനില്ല. അതുപോലെ റിവറിലോട്ട് എത്തിയിട്ടുമില്ല. ഹി ബിഗാൻ ടു ഫീൽ ഡിസ്കറേജ്ഡ്. അപ്പോൾ അവനൊരു നിരാശ തോന്നി. ഡിസ്കറേജ് എന്ന് വെച്ചാൽ നിരാശ തോന്നി. കാരണം അവൻ കുറേ നേരമായി നടക്കുന്നു. ആളുകളെയൊക്കെ അവൻ്റെ വീടിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പോകുന്നു. കുറേ നേരമായി നടക്കുന്നു. വീടൊക്കെ കാണാണ്ടായി. പക്ഷേ വിചാരിച്ചോടത്ത് റിവറിൻ്റെ അവിടെ അങ്ങോട്ട് എത്തണമില്ല. അപ്പോൾ അവന് ഭയങ്കര ഡിസ്കറേജ്ഡായി. ഹി വാസ് സോറി ഹി ഹാഡ് ഫിനിഷ്ഡ് ദ ബ്രെഡ് ഹി മൈറ്റ് വാണ്ട് ഇറ്റ് ലേറ്റർ. പക്ഷെ അവനാണെങ്കിൽ അവൻ്റെ കയ്യിലായിരുന്ന ഫുഡ് അവൻ 2 ഹാഫായിട്ട് അവനും ആ കുട്ടിയും കൂടിയും കഴിച്ചതല്ല. അവൻ്റെ കയ്യിലുള്ള ഫുഡും തീർന്നു. പക്ഷെ അവനൊരു പക്ഷേ അത് വീണ്ടും ആവശ്യമായിരുന്നിരിക്കാം. കാരണം ഇനിയും ഒരുപാട് പോകാനുണ്ട്, തിരിച്ചും വരാനുണ്ട്. പക്ഷേ കയ്യിലുള്ള ഫുഡും തീർന്നു. അപ്പോൾ അവനൊരുമാതിരി നിരാശ തോന്നി, മൊത്തത്തിൽ നിരാശ തോന്നി. കാരണം പോന്നിട്ട് കുറേ നേരമായി, വീടിൻ്റെ സൈഡൊന്നും കാണാനില്ല. ഇതൊന്നും പോരാത്തതിന് റിവറും കാണുന്നില്ല, കയ്യിലെ ഫുഡും തീർന്നു. ഹി വാസ് ഡിറ്റർമിൻഡ് ടു സീ ദ റിവർ. പക്ഷെ എന്നാലും അവൻ ആ പുഴ കാണാൻ തന്നെ തീരുമാനിച്ചു. പകുതി വെച്ച് അടങ്ങാൻ അവൻ തീരുമാനിച്ചില്ല. എന്തായാലും പുഴ കാണാൻ തന്നെ തീരുമാനിച്ചു. He walked on along the hot, dusty, stony path, past mud huts and terraced fields, until there were no more fields or huts, only forest and sun and loneliness. He walked on along the hot. അവൻ വീണ്ടും നടക്കുകയാണ്. along the hot, ആ ചൂടിലൂടെ, dusty, stony path, പൊടി പിടിച്ച അതുപോലെ കല്ലുകളൊക്കെ ഉള്ള വഴിയിലൂടെ, past mud huts and terraced fields, അതുപോലെ മഡ് ഹട്ട്സ് എന്ന് പറഞ്ഞാൽ മൺകുടിലുകൾ, ടെറസ്ഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ ടെറസ് ആയിട്ടുള്ള ഭാഗങ്ങൾ എല്ലാം അവൻ പാസ് ചെയ്ത് പോന്നു. എല്ലാം കഴിഞ്ഞു. ഓർ ഹട്ട്സ് എന്ന് പറഞ്ഞാൽ കൂരകൾ, മഡ് ഹട്ട്സ്, ടെറസ്ഡ് ഫീൽഡ്സ്, അണ്ടിൽ ദർ വർ നോ മോർ ഫീൽഡ്സ് ഓർ ഹട്ട്സ്. അപ്പോൾ അവൻ എത്തിയിടത്തൊന്നും ഇപ്പോൾ പാടങ്ങളോ അതുപോലെ ഫീൽഡ്സോ ഹട്ട്സ് അതായത് കൂരകളോ ഒന്നുമില്ല. അപ്പോൾ അവിടെ ആകെ എന്താ ഉള്ളൂ? ഓൺലി ഫോറസ്റ്റ് ആൻഡ് സൺ ആൻഡ് ലോൺലിനെസ്. ഓൺലി ഫോറസ്റ്റ് എന്ന കാടും സൂര്യനും പിന്നെ ലോൺലിനെസ് അതായത് ഏകാന്തതയും. അപ്പോൾ അവൻ ഒരുപാട് നടന്നു പോകുന്നു. അവന് ഡിസ്കറേജ് വരെ തോന്നി തുടങ്ങി. പക്ഷെ അവൻ വീണ്ടും നടക്കുകയാണ്. അലോങ് ഹോട്ട് ഡസ്റ്റി സ്റ്റോണി പാത്ത്, പിന്നെ പാസ്റ്റ് മഡ് ഹട്ട്സ് ആൻഡ് ടെറസ്ഡ് ഫീൽഡ്സ് അണ്ടിൽ ദർ വർ നോ മോർ ഫീൽഡ്സ് ആൻഡ് ഹട്ട്സ്. കുടിലുകളും ടെറസ്ഡ് ആയിട്ടുള്ള ഫീൽഡ്സും എല്ലാം കഴിഞ്ഞു പോന്നു. ഇപ്പോൾ അവിടെ ഒന്നുമില്ല. ഓൺലി ഫോറസ്റ്റ് ആൻഡ് സൺ ആൻഡ് ലോൺലിനെസ്. കാടും സൂര്യനും അതുപോലെ ലോൺലിനെസ് ഏകാന്തതയും മാത്രം. അവനെ ഒറ്റക്കായി എന്നാണ് അർത്ഥമാക്കുന്നത്. നൗ ദർ വാസ് നോ മാൻ ഓർ എനി സൈൻ ഓഫ് മാൻസ് ഇൻഫ്ലുവൻസ്. അപ്പോൾ അവിടെ ആളുകളൊന്നുമില്ല. ഇത്ര നേരം തന്നെ അവൻ വരുമ്പോൾ ആളുകളൊക്കെ ഓരോരുത്തരെ കണ്ടു. ഇപ്പോൾ അവിടെ ആളുകളൊന്നുമില്ല. അതുപോലെ ഓർ എനി സൈൻ ഓഫ് മാൻസ് ഇൻഫ്ലുവൻസ്. ഇനി മനുഷ്യരുടെ എന്തെങ്കിലും ഒരു ചലനമുള്ള മാൻസ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സൈനും അവിടെ ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൾതാമസം ഇല്ലാത്തൊരു ഏരിയയിലാണ് എത്തി. ഇത്രയും നേരം പറഞ്ഞാൽ 1-2 ആളുകളെ കണ്ടു. അപ്പോൾ അവനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഒരു പേടി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവൻ വെറും ലോൺലിനെസ്സാണ്. ഫോറസ്റ്റിൻ്റെ ഏകാന്തതയിലേക്ക് അവൻ എത്തി. ആളുകളൊന്നുമില്ല. ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളതിനുള്ള ഒരു സൈനും ഇല്ല. ആൾതാമസം ഇല്ലാത്ത സ്ഥലത്ത് അവനെത്തി. ഓൺലി ട്രീസ് ആൻഡ് റോക്സ് ആൻഡ് ബ്രാമ്പിൾ ആൻഡ് ഫ്ലവേഴ്സ്, ഓൺലി സൈലൻസ്. ആകെ എന്തോ ഉള്ളൂ? ട്രീസ് മരങ്ങൾ, പാറകൾ, ആൻഡ് ബ്രാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് മുൾച്ചെടി, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉള്ളൂ കാടിനകത്തുള്ള കാര്യങ്ങൾ. മരം, ചെടി, മുള്ള്, അതുപോലെ പൂക്കൾ, അങ്ങനെ. ഓൺലി സൈലൻസ്, വെറും നിശബ്ദത. ആളുകളൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ആളുകളില്ലെങ്കിലും നമ്മളെ ഏരിയയിൽ പറഞ്ഞാൽ വണ്ടികളുടെ സൗണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് നമുക്കൊരു പേടിയില്ല. പക്ഷെ ഇത് കാടിനകത്ത് ഒറ്റക്കായി.
ദ സൈലൻസ് വാസ് ഇംപ്രസീവ് ആൻഡ് എ ലിറ്റിൽ ഫ്രൈറ്റനിങ്. അപ്പോൾ സൈലൻസ്, ആ ഏകാന്തത ഇംപ്രസീവ്, കുറച്ച് ഇംപ്രസീവാണ്, പക്ഷേ ആൻഡ് എ ലിറ്റിൽ ഫ്രൈറ്റനിങ്, പക്ഷേ കുറച്ച് പേടിപ്പിക്കുന്നതുമാണ്. കാരണം ഒറ്റക്കാണ്. ഒരു കാട് എന്ന് പറഞ്ഞാൽ നമ്മളെ നോർമൽ ലെവലല്ല, മൊത്തം മരങ്ങൾ, ആകെ ഇരുട്ട്, ആകെ പിന്നെ സൂര്യൻ്റെ ചൂട്, അത് വേറെ, മൊത്തം ഒരു വല്ലാത്തൊരു ഏകാന്തതയാണല്ലോ. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം ഓർ സ്ട്രീറ്റ്. ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് സ്പേസ്, ഓഫ് ദ അൺനോൺ, ദ സൈലൻസ് ഓഫ് ഗോഡ്. അപ്പോൾ ആ സൈലൻസിനെ, ആ കാടിനുള്ളിലുള്ള അവസ്ഥയെ വിശദീകരിക്കുകയാണ്. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം ഓർ സ്ട്രീറ്റ്. ഒരു റൂമിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റിൽ, ഒരു സിറ്റിയിൽ നമ്മൾ, ഒരു തെരുവിൽ നമ്മൾ ഒറ്റക്കായ പോലത്തെ ഉള്ളൊരു സൈലൻസ് അല്ല, അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സൈലൻസ് ആണത്. ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് സ്പേസ്, അതൊരു സ്പേസിലുള്ളൊരു സൈലൻസാണ്. കാട് എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ ആണല്ലോ. ഇപ്പോൾ നമ്മളെ റൂം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഏരിയ, ഇനിയിപ്പോൾ ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഏരിയ, പക്ഷേ കാട് എന്ന് പറഞ്ഞൊരു സ്പേസാണ്, ഒരു വലിയൊരു ഏരിയ ആണ്. അപ്പോൾ അതിനകത്തുള്ള സൈലൻസാണ് ഓഫ് ദ അൺനോൺ. ഒരു അറിയപ്പെടാത്ത, ഒരു നമുക്ക് വിവരിക്കാൻ പോലും പറ്റാത്ത, അറിയപ്പെടാത്ത രീതിക്കുള്ള ഒരു സൈലൻസ്. ദ സൈലൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സൈലൻസ്, ദൈവത്തിൻ്റെ സൈലൻസ് പോലെ അത്രയും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സൈലൻസാണ്. ദെൻ ആസ് ദ ബോയ് റൗണ്ടഡ് എ ഷാർപ്പ് ബെൻഡ്, ദ സൈലൻസ് ബ്രോക്കൺ ഇൻ ടു സൗണ്ട്. പിന്നെ അവൻ നടക്കുകയാണ്. ആസ് ദ ബോയ് റൗണ്ടഡ് എ ഷാർപ്പ് ബെൻഡ്, ഒരു വളവ് തിരിഞ്ഞതിന് ശേഷം ദ സൈലൻസ് ബ്രോക്ക് ഇൻ ടു സൗണ്ട്, ആ സൈലൻസ്, ആ കാടിൻ്റെ ആ വലിയ സൈലൻസ് ഒരു സൗണ്ടിലേക്ക് എത്തി. സൈലൻസ് മാറി ഒരു സൈഡ് സൗണ്ടായി. എ സഡൻ റോറിങ് സൗണ്ട്, ഒരു ഇരമ്പൽ സൗണ്ട്. ദ സൗണ്ട് ഓഫ് ദ റിവർ, അപ്പോൾ പുഴയുടെ സൗണ്ട്. അങ്ങനെ അവൻ പുഴയുടെ അടുത്ത് എത്തി. കാടിൻ്റെ ആ വലിയ ഏകാന്തതയിൽ നിന്നും, വലിയ സൈലൻസിൽ നിന്നും, വലിയ ലോൺലിനെസ്സിൽ നിന്നും അവൻ നേരെ ഒരു സൗണ്ട് കേട്ടു. എ റോറിങ് സൗണ്ട് ഓഫ് റിവർ, പുഴയുടെ ഇരമ്പൽ സൗണ്ട്. ഫാർ ഡൗൺ ഇൻ ദ വാലി ദ റിവർ ടംബിൾഡ് ഓവർ റോക്സ്. അപ്പോൾ താഴ്വരയിൽ നിന്നും കുറച്ചുകൂടി താഴെ, ഒരുപാട് താഴെ, റിവർ ടംബിൾഡ് ഓവർ റോക്സ്, ആ കല്ലുകളുടെയൊക്കെ മുകളിൽ റിവർ, പുഴ അങ്ങനെ ഒഴുകുകയാണ്. അങ്ങനെ കല്ലുകളുടെ മുകളിൽ ചിന്നിച്ചെതറി അങ്ങനെ പുഴ ഒഴുകുകയാണ്. ദ ബോയ് ഗ്യാസ്പ്ഡ് ആൻഡ് ബിഗാൻ ടു റൺ. അപ്പോൾ ആ കുട്ടി ശ്വാസം മുട്ട കിതക്കുകയാണ്. അവന് അത്രയും നേരം നടന്നു, പിന്നെ വീണ്ടും ഇത് കണ്ടപ്പോൾ ഒന്നുകൂടി സന്തോഷമായി, അപ്പോൾ ഒന്നുകൂടി അവന് ആവേശം കൂടി. ആൻഡ് ബിഗാൻ ടു റൺ, അപ്പോൾ അവൻ വീണ്ടും ഓടുകയാണ്. അത്ര നേരം തന്നെ അവൻ ക്ഷീണിച്ചു, സൈലൻസിൽ പേടി എല്ലാം ഉണ്ട്, പക്ഷെ പുഴ ദൂരം നിന്ന് കണ്ടപ്പോൾ അവൻ ഒന്നുകൂടി ഇൻട്രസ്റ്റ് കൂടി, അപ്പോൾ അവൻ വീണ്ടും ഓടുകയാണ്. ഈ സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾഡ്, അവനിടയ്ക്ക് വീഴുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതുപോലെ സ്റ്റംബിൾഡ് എന്ന് പറഞ്ഞാൽ ഇടറി വീഴുക എന്നൊക്കെയാണ് അർത്ഥം, മറിഞ്ഞ് വീഴുക എന്നൊക്കെ. അപ്പോൾ അവന് പുഴ കണ്ട സന്തോഷത്തിൽ, പുഴയുടെ ഇരമ്പൽ സൗണ്ട്, ഏകാന്തതയിൽ നിന്ന് പെട്ടെന്ന് പുഴയുടെ ഇരമ്പൽ സൗണ്ട് കേട്ടപ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് അവന് ഓടുകയാണ്. അപ്പോൾ സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾഡ്, വീഴുന്നൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ ഹി റൺ, പക്ഷേ എങ്ങാനും അവന് ഓടുകയാണ്. ദെൻ ഹി വാസ് ആങ്കിൾ ഡീപ്പ് ഇൻ ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടെയിൻ വാട്ടർ. അങ്ങനെ അവൻ പുഴയിലെത്തി. ദെൻ ഹി വാസ് ആങ്കിൾ ഡീപ്പ് ഇൻ ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടെയിൻ വാട്ടർ. ആങ്കിൾ ഡീപ്പ് എന്ന് പറഞ്ഞാൽ കണങ്കാലിൻ്റെ വരെ ആഴം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവന് പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്, കണങ്കാലിൻ്റെ ആഴത്തിലുള്ള പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇൻ ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടെയിൻ വാട്ടർ, അപ്പോൾ മലവെള്ളമാണ്, മലയിലെ വെള്ളം അത്രയും തണുപ്പുള്ളതാണ്. പെയിൻഫുള്ളി കോൾഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്ര നമുക്ക് വേദനിപ്പിക്കുന്ന രീതിക്കുള്ള തണുപ്പ്, നോർമൽ തണുപ്പല്ല, നല്ല തണുപ്പല്ല, നമ്മളെ വേദനിപ്പിക്കുന്ന രീതിക്ക് അത്രയും നമ്മൾ മരം കോച്ചുന്ന തണുപ്പ് എന്നൊക്കെ പറയും, അതുപോലെ നല്ല തണുപ്പുള്ള വെള്ളത്തിൽ അവൻ കണങ്കാലിൻ്റെ ആഴത്തിൻ്റെ ഇറങ്ങി നിന്നു. ആൻഡ് ദ വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. അപ്പോൾ വെള്ളത്തെക്കുറിച്ച് ബ്ലൂ ആൻഡ് വൈറ്റ് ആണ്, അത്രയും പ്യുവർ വാട്ടറാണെന്നാണ് പറയുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിനേക്കാളും നമ്മൾ വൈറ്റ് ആണെന്നാണ് പറയാറ്, പക്ഷേ റിയൽ വൈറ്റ് അല്ല, അത്രയും വൈറ്റുമാണ്. അതിലേക്ക് നോക്കുമ്പോൾ ബ്ലൂ ആയിട്ടും തോന്നുന്നുണ്ട്. ആൻഡ് വണ്ടർഫുൾ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വണ്ടർഫുൾ ആയിട്ടുള്ള, നല്ല അത്ഭുതകരമായിട്ടുള്ള വെള്ളമാണ്. അത്രയും റിഫ്രഷ് ആയിട്ടുള്ള, ആരും മനുഷ്യന്മാരും കൂടി ഇല്ലാത്ത ഏരിയയാണ്. അപ്പോൾ അത്രയും റിഫ്രഷിംഗ് ആയിട്ടുള്ള വെള്ളമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ അത്രയും ദൂരം കടന്ന് പുഴയിലേക്ക് എത്തി. അങ്ങനെ ആ വെള്ളത്തിൽ ഇറങ്ങി അവൻ്റെ ആഗ്രഹം അവൻ സാധിച്ചു. അവൻ്റെ ആ പ്രകൃതിയോടുള്ള അത്രയും ആ ഒരു സ്നേഹം, അവൻ്റെ ആ ഒരു അട്രാക്ഷൻ, പ്രകൃതിയോടുള്ള അട്രാക്ഷനാണ് നമ്മളിപ്പോൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. അവൻ അത്രയും റിസ്ക് എടുത്ത് അവന് പുഴയിലെത്തി, അവൻ്റെ ആഗ്രഹം അവൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കുറച്ച് അൺനോൺ വേർഡ്സ് ഉണ്ട്, അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തെടുത്തോളൂ. അപ്പോൾ ഇതിന് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വൈ ഡിഡ് ദ ബോയ് ഫീൽ ഡിസ്കറേജ്ഡ്? ആ ബോയ് അവന് എന്തുകൊണ്ടാണ് നിരാശ ആയത് എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു, അവന് കുറേ നടന്നു, ആ കുട്ടി, അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയും പോയി.
പക്ഷെ അവൻ എൻ്റെ വീട്ടിൽ നിന്നും പോന്ന് കുറേ നേരമായി, വീടൊന്നും കാണാനില്ലാണ്ടായി, പക്ഷെ അതുപോലെ തന്നെ പുഴയും കാണാനില്ലാണ്ടായി എന്ന് പറഞ്ഞില്ലേ, ആ ഏരിയയാണ്. ഹിസ് ഓൺ ഹോം വാസ് അലോൺ ഹിഡൻ ഫ്രം വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. ദ റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ് ഐദർ. ഹി ബിഗാൻ ടു ഫീൽ ഡിസ്കറേജ്ഡ്. ഹി വാസ് സോറി ഹി ഹാഡ് ഫിനിഷ്ഡ് ദ ബ്രെഡ്. ഹി മൈറ്റ് വാണ്ട് ഇറ്റ് ലേറ്റർ. അതൊക്കെയാണ് അത്. എന്താ വെച്ചാൽ അവന് പോകുന്ന അവൻ്റെ വീടിൻ്റെ ഭാഗം മൗണ്ടെയിൻ്റെ സൈഡിൽ നിന്ന് കാണുന്നില്ല, അതുപോലെ പുഴയിലോട്ട് എത്തിയിട്ടുമില്ല, അതുപോലെ അവൻ്റെ കയ്യിലുള്ള ഫുഡും കഴിഞ്ഞ്. അപ്പോൾ അവന് ഭയങ്കര ഡിസ്കറേജ് ആയി. ദ ബോയ് ഫൗണ്ട് ദ സൈലൻസ് ഇംപ്രസീവ് ബട്ട് ഫ്രൈറ്റനിങ്. വൈ? ആ സൈലൻസ്, ആ കാടിൻ്റെ സൈലൻസ് ആ കുട്ടീനെ ഇംപ്രസീവായി, ഭയങ്കര ഇംപ്രസീവ് ആയി തോന്നി, പക്ഷേ പേടിപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്? കാരണം അതും നമ്മൾ പറഞ്ഞു, അതിൻ്റെ ആ സൈലൻസ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ സൈലൻസ് അല്ല, അത്രയും പേടിപ്പിക്കുന്ന രീതിക്കുള്ള സൈലൻസ്. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം ഓർ സ്ട്രീറ്റ്. ഇറ്റ് വാസ് എ സൈലൻസ് ഓഫ് സ്പേസ്, ഓഫ് ദ അൺനോൺ, ദ സൈലൻസ് ഓഫ് ഗോഡ്. അത്രയും ഗോഡിൻ്റെ സൈലൻസാണ്, അത്രയും വ്യത്യസ്തമായ ഒരു സ്ട്രീറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ സൈലൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സൈലൻസ് ആയിരുന്നു അത്. വാട്ട് ബ്രോക്ക് ദ സൈലൻസ് ഓഫ് സ്പേസ്? ആ സ്പേസിൻ്റെ സൈലൻസ്, അത്രയും നമ്മൾ സൈലൻസിനെ കുറിച്ച് പറഞ്ഞു. ആ സൈലൻസ് എന്താണ് ബ്രോക്ക് ചെയ്തത് എന്ന് വെച്ചാൽ, ദ സൈലൻസ് ബ്രോക്ക് ഇൻ ടു സൗണ്ട്, എ സഡൻ റോറിങ് സൗണ്ട്, ദ സൗണ്ട് ഓഫ് ദ റിവർ. ആ സൗണ്ട് എന്തെങ്കിലും ബ്രോക്ക്, ആ സൈലൻസ് ബ്രോക്ക് ചെയ്തത് ഒരു സൗണ്ടിലേക്കാണ്. എന്തിൻ്റെ സൗണ്ടായിരുന്നു? പുഴയുടെ ഇരമ്പൽ സൗണ്ട്, റോറിങ് സൗണ്ട് ഓഫ് റിവർ ആയിരുന്നു. ദ ബോയ് സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾഡ് ബട്ട് സ്റ്റിൽ ഹി റാൻ. വൈ? ആ ബോയ് വീണു, പിന്നെ മറിഞ്ഞ് വീഴൊക്കെ ചെയ്തു, പക്ഷെ വീണ്ടും അവൻ ഓടി. എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. കാരണം അവന് പുഴ കണ്ടു, അവൻ അത്രയും നേരം നടന്ന് വന്ന് പുഴ കണ്ടിരിക്കുകയാണ്, പക്ഷെ പുഴ വീണ്ടും താഴെയാണ്, പക്ഷേ അവൻ്റെ സന്തോഷം കൊണ്ട് അവന് പോവുകയാണ്. ഫാർ ഡൗൺ ഇൻ ദ വാലി ദ റിവർ ടംബിൾഡ് ഓവർ റോക്സ്. ദ ബോയ് ഗ്യാസ്പ്ഡ് ആൻഡ് ബിഗാൻ ടു റൺ. ഹി സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾഡ് ബട്ട് സ്റ്റിൽ ഹി റാൻ. അതായത് അവൻ പുഴയെ കാണാനുള്ള അത്രയും അത്യാഗ്രഹം കൊണ്ട്, അവൻ്റെ ആഗ്രഹം കൊണ്ട് അവൻ ഓടി വന്നിരിക്കുകയാണ്, അത്രയും റിസ്ക് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പുഴ ദൂരെ നിന്ന് കണ്ടപ്പോൾ പിന്നെ അവന് നടന്ന് ക്ഷീണിച്ച് വന്നു, പക്ഷെ പുഴ കണ്ടപ്പോൾ പിന്നെയും പുഴയിലേക്ക് ദൂരമുണ്ട്. അപ്പോൾ അവൻ കണ്ട ആ ഒരു ഇൻട്രസ്റ്റോടു കൂടി ഓടുകയാണ്. അപ്പോൾ വീണ്ടും അവൻ ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ വേർഡ്സ് യൂസ് ടു ഡിസ്ക്രൈബ് ദ വാട്ടർ. വാട്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത വേർഡ്സ് എന്നാണ് ചോദിക്കുന്നത്. വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. അതാണല്ലോ നമ്മൾ ലാസ്റ്റ് സെൻറ്റൻസ്, അതാണ് വാട്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദ വാട്ടർ ഇൻ ദിസ് റിവർ ഈസ് ക്ലീൻ ആൻഡ് ബ്രൈറ്റ്. ആർ അവർ റിവേഴ്സ് ദ സെയിം? ഇഫ് നോട്ട് വൈ? അവിടുത്തെ ഇപ്പം നമ്മൾ ആ ബ്ലൂ ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞു, അപ്പോൾ അത്രയും ക്ലിയർ വാട്ടറാണ്, പക്ഷേ അവിടുത്തെ ആ പുഴയിലെ വാട്ടർ ക്ലീൻ ആൻഡ് ബ്രൈറ്റ് ആണ്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള റിവേഴ്സൊക്കെ അങ്ങനെയാണോ? അല്ലെങ്കിൽ എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. ആണോ? അല്ല. കാരണം എന്താ, നമ്മൾ വേസ്റ്റ് കൊണ്ടുപോയിടുന്നു, ഫാക്ടറീസിൽ നിന്നുള്ള വേസ്റ്റ് ഒക്കെ അവിടെ ഇടുന്നത്, നമ്മൾ പുഴയെ സംരക്ഷിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ ആളുകളില്ലാത്ത ഏരിയ, ആൾതാമസം ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ടാണ് ആ പുഴ അത്രയും ക്ലീനായിട്ട് നിൽക്കുന്നത്. ആൾതാമസം ഉണ്ടെങ്കിൽ നമ്മൾ കഴുകിയിട്ട് സോപ്പാണെങ്കിലും അതുപോലെ വേസ്റ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ അതിലിട്ട് നമ്മളതിന് എന്തായാലും നമ്മൾ മലിനീകരിക്കും. മനുഷ്യരുടെ ഇൻഫ്ലുവൻസ് ഇല്ലാത്തത് കാരണമാണ് ആ പുഴ അത്രയും ക്ലീനായിട്ട് അവിടെ ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ മനുഷ്യരുടെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണ് ഈ പുഴകളൊക്കെ ക്ലീൻ അല്ലാത്തതും. ഓക്കെ, അപ്പോൾ ഹൗ ഫാർ ഈസ് ദ റിവർ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ മൊത്തം ഒരു കുട്ടി പുഴയെ കാണാനുള്ള ഒരു അധികമായുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് അവൻ പോവുകയാണ്. നേച്ചറിനെ അവൻ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ അവൻ പോവുകയാണ്. അതാണെങ്കിൽ ഒരു മൗണ്ടെയിൻ്റെ അപ്പുറത്തുള്ളൊരു പുഴയാണ്, ഒറ്റപ്പെട്ടൊരു പുഴയാണ്. അപ്പോൾ അവനവൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു ഓപ്പർച്യൂണിറ്റി നോക്കി അവൻ പോവുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് അവൻ വുഡ് കട്ടറെ കണ്ടു, ഒരു ഗേളിനെ കണ്ടു, ഒരു ബോയിനെ കണ്ടു. അതിനുശേഷം വീണ്ടും അവൻ ഒറ്റക്കായി. ഇൻ ദ സൈലൻസ് ഓഫ് ഫോറസ്റ്റ് ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് ഗോഡ്. അത്രയും അൺനോൺ ആയിട്ടുള്ള ഒരു സൈലൻസിലേക്ക് അവൻ എത്തിപ്പെട്ടു. പക്ഷെ അവന് പേടിയായി, കാരണം ഒറ്റപ്പെട്ടു, ഒരു കാട്ടിൽ, വലിയൊരു കാട്ടിൽ ഒറ്റപ്പെട്ടപ്പോൾ അവന് പേടിയായി. പക്ഷെ എന്തായാലും അവന് ആ പുഴ കാണണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം കൊണ്ട് അവൻ പോയി കണ്ടു, പുഴ കണ്ടു. അതിനിടെ അവൻ വീഴുന്നുണ്ട്, മറയുന്നുണ്ട്, ഒന്നും അവൻ ശ്രദ്ധിക്കുന്നേ ഇല്ല. പുഴ കണ്ടു. അവന് ആംഗിൾ ഡീപ്പായിട്ടുള്ള അത്രയും പെയിൻഫുള്ളി കൂളിംഗ് ആയിട്ടുള്ള ആ ഒരു പുഴയിൽ വെള്ളത്തിൽ അവൻ ഇറങ്ങി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ, നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കേട്ട ആ ഒരു മൈൻഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതന്നെ വീണ്ടും ആ സീൻസ് മനസ്സിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വാക്കുകളും മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ
അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ആൻസർ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളതൊന്ന് എഴുതി നോക്കുക. നിങ്ങൾക്ക് അതിന് വേണമെന്ന് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, താങ്ക് യു. ഇനി നിങ്ങളെൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോടേക്ക് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.